രാവിലെ തന്നെ പത്രം എടുത്ത് നോക്കിയപ്പോഴാണ് ഞാൻ അത് കണ്ടത്. കയാക്കിങ്, അതും പാടത്ത്. ഒന്നും നോക്കിയില്ല, എല്ലായിടത്തും ഇറങ്ങാൻ തീരുമാനിച്ചു. കാലാവസ്ഥ അനുകൂലമാണ്. ഇത്തിരി മഴക്കാരുണ്ടെങ്കിലും ഇന്നത്തെ ദിവസം മഴ പെയ്തിട്ടില്ല. പോണ വഴിക്ക് റോഡ് സൈഡിൽ ഒരു കുളം കണ്ടു. എന്നാ പിന്നെ അതൊന്ന് നോക്കിയിട്ട് പോവാന്ന് വെച്ചു. ഇത് സൈക്ലിങ്ങിന്റെ ഏറ്റവും വലിയ ഉപകാരം. എത്ര ചെറിയ വഴിയാണെങ്കിലും പോവാം, കാണേണ്ടത് കാണാം. പോണ വഴിക്ക് ചെറിയൊരു ഗേറ്റട കിട്ടി. മഴക്കാലം കൊണ്ട് പാടത്തൊക്കെ നിറച്ച് വെള്ളമാണല്ലോ, അപ്പൊ കർഷകർക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നുള്ള പാടത്ത്. അതുകൊണ്ടാണ് കർഷകരെ സഹായിക്കാൻ വേണ്ടിയിട്ട് കയാക്കിങ് അവിടെ തുടങ്ങിയേക്കുന്നത് കേട്ടോ. പോണ വഴിക്ക് റോട്ടിൽ മൊത്തം വെള്ളം കേട്ടോ. അടുത്ത വീട്ടിലൊക്കെ വെള്ളം കയറി. മഴക്കാലമായിട്ട് ഇത്ര നാളായിട്ടുള്ളൂ, അപ്പൊ ഇവിടെ വെള്ളം കയറിയിട്ടാ. എന്തായാലും പത്രത്തിലാണെങ്കിൽ കറക്റ്റ് ലൊക്കേഷൻ കൊടുത്തിട്ടില്ല കേട്ടോ. നമ്മളൊരു സ്ഥലത്തിന്റെ പേര് കണ്ടു പത്രത്തില്, അത് മാപ്പിൽ അടിച്ചിട്ടാ പോണേട്ടാ. തറായി ഇനിയിപ്പോ 2 കിലോമീറ്റർ കൂടെ ഉള്ളൂ മാപ്പ് പറയണേട്ടാ. മാത്രമല്ല ഈ സൈഡൊക്കെ പാടാണ് കേട്ടോ. പിള്ളേരൊക്കെ ഏതാ വൈബ് അല്ലേ. ഞാൻ ബൈക്ക് റൂട്ടാട്ടാ മാപ്പിലിട്ട്, അതുകൊണ്ട് തന്നെ കുറെ ഇടവഴി കൂടെ നമ്മൾ പോണേ. അപ്പൊ ആദ്യം വഴിത്തിപ്പോ റോഡ് തീർന്നുട്ടാ. മാപ്പ് പറഞ്ഞില്ല ഇവിടെ റോഡ് പണി നടക്കുന്ന കാര്യം. ഇനിയിപ്പോ ഒരു 10 മീറ്റർ കൂടെ ഉള്ളൂട്ടാ ലൊക്കേഷൻ എത്താനായിട്ട്. ലൊക്കേഷൻ എത്തിപ്പോ പാടമില്ല, കയാക്കൂല കേട്ടാ. പെട്ടുപോയി. ഇവര് ഈ കറക്റ്റ് ലൊക്കേഷൻ കൊടുക്കേണ്ട ആൾക്കാരെ എങ്ങനെ കയാക്കി അവിടെ എത്തുക, കർഷകർക്ക് എങ്ങനെ പൈസ കിട്ടുക, എനിക്കറിയില്ല കേട്ടാ. ആസ് യൂഷ്വൽ ഹൈവേയിൽ നല്ല തിരക്കാട്ടാ. റോഡ് പണി നടക്കല്ലേ. മഴയില്ലാത്തോണ്ട് ചെളിയില്ല കേട്ടാ, പൊടി മാത്രമേ ഉള്ളൂ. നമ്മൾ സൈക്കിളിലായോണ്ട് ചെറിയ ഗ്യാപ്പ് കിട്ടി നമ്മൾ പൊക്കോണ്ടാ. ബ്ലോക്ക് നമുക്ക് പ്രശ്നമല്ല. എല്ലാവരും സൈക്കിൾ എടുത്തിറങ്ങി ഇത്രയും ബ്ലോക്ക് ഒന്നും ഉണ്ടാവില്ല അല്ലേ. ഞാൻ വെറുതെ പറഞ്ഞാട്ടോ. എനിക്ക് ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട്, അതുപോലെ സൈക്ലിംഗ് യാത്രകളൊക്കെ ഇഷ്ടപ്പെട്ട ആളാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യണം. നമ്മുടെ ചാനലിൽ ഇതുപോലത്തെ സൈക്ലിംഗ് വീഡിയോസ് ആയിട്ടാണ് ഉണ്ടാവുക. വീട്ടിലെത്തി അടുത്ത വീഡിയോ കാണാം. ബൈ ഗൈസ്.